ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ കാണാം. ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം തക്കാളിയും ചേർത്തതിന് ശേഷം ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് ആണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അതുകൂടി ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലുള്ള റോളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മിഡിൽ ഭാഗത്ത് ഒരു ചെറിയ ഹോൾ വെച്ച് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ മസാല. ഈ ഒരു സമൂലിൽ തന്നെ ഇത് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ ഫില്ല് ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കാം. ബണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിലോ ഇത് ചെയ്യാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തത്. ചീസ് മെൽട്ടാകുന്നവരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും. സ്റ്റൗ ടോപ്പിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ റോളാണിത്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇഫ്താറിൻ്റെ ടൈമൊക്കെ ഇതൊരെണ്ണം കഴിച്ചാൽ മതിയാവും. അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പിസ്സ റോളാണിത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.